ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ റിക്വസ്റ്റുകൾ വന്നതിൻ്റെ ഭാഗമായിട്ട് പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പലർക്കും നമ്മൾ പല കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അമ്മൂമ്മമാരും മറ്റേ നമ്മുടെ അമ്മായിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഒരു ഗർഭിണി ആവുമ്പം ഒരു സ്ത്രീ, ഹായ് അജിത ചേച്ചി, നമ്മൾ ഇപ്പം എന്താ പറയുക, അവർ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ കെയർ ചെയ്യും അല്ലേ. ഇപ്പം നമ്മുടെ ഭാര്യ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ, ഇപ്പം നമ്മൾ ആണുങ്ങളായാലും അവർക്കൊരു പ്രത്യേകിച്ചിട്ടൊരു കെയർ കൊടുക്കുന്ന ഒരു സമയമാണ് ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഞാൻ ഇത് കഴിക്കാൻ പാടില്ല, സൗണ്ട് കുറവുണ്ടല്ലേ, എനിക്ക് കുറച്ച് ത്രോട്ടിന് ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സൗണ്ട് കുറവായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള മിഥ്യാധാരണകൾ, തെറ്റിദ്ധാരണകളുണ്ട്. അതിന് ഒരു പരിധി വരെ മിഥ്യാധാരണകൾ എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ വേറെ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിക്കേണ്ടതും കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിൽ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗർഭിണിയാകുമ്പോൾ 2 ആൾക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു കാര്യം. സൗണ്ട് കുറവുണ്ടല്ലേ, എനിക്കിതിൽ കൂടുതൽ സൗണ്ട് എടുക്കാൻ വയ്യുന്നു. അപ്പോൾ നമ്മൾ സൗണ്ട് കുറവാണ്, ഞാനിപ്പം ഐ തിങ്ക് ഐ ഷുഡ് യൂസ് മറ്റേ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ജസ്റ്റ് 1 മൊമെൻറ്റ്. മലയാളം കൂടുതലായിട്ട് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഈ പേജ് കഴിഞ്ഞാലും പുറത്ത് കുറേ പേർക്ക് ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ കലർത്തുന്നത്, അല്ലാണ്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒച്ചത്തിൽ പറയാൻ നോക്കാം, എൻ്റെ ഹെഡ്ഫോൺസ് ഇവിടെ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണയായിട്ട് 3 ഇഡ്ഡലി 4 ഇഡ്ഡലി കഴിക്കുന്ന ആൾക്കാരോട് 8 ഇഡ്ഡലിയും 10 ഇഡ്ഡലിയും കഴിക്കണം എന്നുള്ളതല്ല. നമ്മൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ പോഷകാഹാരം കൂടുതലുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നമ്മൾ സാധാരണ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് എന്താണെന്ന് പറയുക, ഇഷ്ടം പോലെ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ട് അവസാനം കഴിക്കാനും വയ്യ, കഴിക്കാതിരിക്കാനും വയ്യ. പിന്നെ ഈ പ്രത്യേകിച്ച് ഒരു 2nd ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ബ്ലോട്ടിങ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, വോമിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ആകപ്പാടെ കഴിക്കാൻ വയ്യ, ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ 2 ആൾക്കുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം പോഷകാഹാര മൂല്യമുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മുടെ ഭക്ഷണ രീതികളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരാൾ 4 ഇഡ്ഡലി കഴിച്ചിരുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആകുമ്പോൾ 8 ഇഡ്ഡലി കഴിക്കണം എന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഒരു എബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്. ആ എബ്സോർപ്ഷൻ്റെ മീതെ നമ്മൾ എന്ത് കഴിച്ചാലും ശരീരം അതിനെ വേസ്റ്റ് ആയിട്ടാണ് തള്ളിക്കളയുന്നത്. അതിന് എടുക്കേണ്ട സാധനം മാത്രമേ അത് എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക, പക്ഷേ പല നേരങ്ങളിൽ ഇടവേളകളിലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒന്നിച്ച് കഴിക്കാണ്ട് നമ്മൾ പല തവണകളായിട്ട് കഴിക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ രാവിലെ ഒരു 7 മണി 7:30 അല്ലെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് കഴിക്കണം എന്നില്ല. ഇപ്പോൾ ഒരു 2, 3, 4 ഇഡ്ഡലിയൊക്കെ കഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മുട്ട അല്ലെങ്കിൽ കുറച്ച് പയർ, ഒരു ഫ്രൂട്ട്, എന്തെങ്കിലും കുറച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10:30 11 മണിയാകുമ്പോൾ കുറച്ച് എന്തെങ്കിലും കഴിക്കുക. അത് പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ, അഥവാ നമ്മളിപ്പോൾ ആ ബാക്കി വെച്ച ഇഡ്ഡലി തന്നെ കഴിക്കണം എന്നില്ല. നമുക്ക് പകരം ഈ പറഞ്ഞ പോലെ ഒരു ഫ്രൂട്ട് എന്തെങ്കിലും തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടല ഏതെങ്കിലും വേവിച്ചതുണ്ടെങ്കിൽ അത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് മുളപ്പിച്ച പയറോ ധാന്യങ്ങൾ വർഗ്ഗങ്ങളോ ഉണ്ടെങ്കിൽ അത് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കുടിക്കാം, അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ കഴിക്കാം, സാലഡ്സ് ആയിട്ട് കഴിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12:30 1 മണിയാകുമ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുക. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കണ്ട. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ
അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചായിട്ട് പല ഇടനേരങ്ങളിലായിട്ട് കഴിക്കുക. പിന്നെ ഒരു 3 മണി 4 മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കുക, രാത്രി ഒരു 7 8 മണിയോടെ കഴിക്കുക, ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പാലോ ഫ്രൂട്ടോ, അങ്ങനെ നമ്മൾ ശരിയായിട്ടുള്ള പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ പല തവണകളായിട്ട് കഴിക്കുക. അപ്പം തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ ഭക്ഷണം നമ്മളൊരു ദിവസം നോക്കുമ്പോൾ ഞാൻ ഇത്രയും കഴിച്ചോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അല്ലാണ്ട് നമ്മൾ ഒന്നിച്ച് കുറേ ഇതാക്കിയിട്ട് കഴിക്കണം എന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിൾ കഴിക്കരുത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ പൈനാപ്പിളിനെ കുറിച്ചാണ് കേൾക്കാറ്. ആദ്യത്തെ ഒരു 2-3 മാസത്തേക്ക് നമ്മൾ പൈനാപ്പിൾ കഴിക്കരുത് എന്നുള്ള രീതിയിൽ. അത് പറയാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ പച്ച പപ്പായ, പപ്പായയും പൈനാപ്പിളും, ഈ 2 സാധനങ്ങൾ, പ്രത്യേകിച്ച് പപ്പായ എന്ന് പറയുന്ന സാധനത്തിൽ പച്ച പപ്പായ എന്ന് പറയുന്നതിനകത്ത് ഒരു ആസിഡ് ഉണ്ട്, ഒരു വൈറ്റ് കളറിലൊരു സാധനമുണ്ട്, പപ്പൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ഫീറ്റസിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ മാസങ്ങളിൽ പപ്പായ കഴിക്കരുത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൈനാപ്പിൾ ശരീരത്തിന് ചൂട്, പെട്ടെന്ന് ഒരുപാട് ചൂടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിക്കകത്ത് നമ്മളൊരു പ്രഗ്നൻ്റ് ആകുമ്പോൾ, ഇപ്പം സ്ത്രീകൾക്ക് അറിയാം നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് വെൻ വി ആർ നിയറിങ് ടു ദ പീരിയഡ്സ്. നമ്മൾ പീരിയഡ്സിൻ്റെ സമയം അടുക്കുന്നതോറും നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവും. ഓവുലേഷൻ്റെ സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രഗ്നൻസി സമയത്തും ആ ഒരു ഫീറ്റസിന്, കുട്ടിക്ക് വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ശരീരം ഒരുക്കി കൊടുക്കും. അപ്പം ഈ പറയുന്ന പോലെ ടെമ്പറേച്ചർ, ഹോർമോൺസ്, ഇതിൻ്റെ എല്ലാം തന്നെ. അപ്പം എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഈ പറയുന്ന ചില ഭക്ഷണങ്ങൾക്ക് നമ്മുടെ ടെമ്പറേച്ചർ വേരിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഒഴിവാക്കാൻ പറയുന്നത്. നല്ല പഴുത്ത വർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സോ ഈ പറയുന്ന പോലെ ഇപ്പോൾ പപ്പായ ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും നല്ല പഴുത്തത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ദെൻ ഈ പറയുന്ന പോലെ ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്, പപ്പായ കഴിക്കരുത്, പൈനാപ്പിൾ കഴിക്കരുത് ആദ്യത്തെ 2-3 മാസം. കഴിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം പറയുന്ന പോലെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്റ്റേജാണ് ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം ഒഴിവാക്കിയതിന് ശേഷം 4-ാമത്തെ മാസം തൊട്ട് കഴിച്ച് തുടങ്ങാവുന്നതാണ്. പ്രത്യേകിച്ച് പപ്പായൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പഴുത്ത പപ്പായ കഴിക്കുക. അതിൽ ഒരുപാട് എന്താ പറയുക, നല്ല വൈറ്റമിൻസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് ഈ പറയുന്ന പോലെ കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇതാണ് 2 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ സ്റ്റിഗ്മാസ് നമ്മൾ കേൾക്കാറുള്ളത്. പിന്നെ വെള്ളം, സാധാരണ രീതിയിൽ നമ്മൾ കുടിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ അളവ് വെള്ളം നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ കുടിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഹൈജീൻ, അതും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രഗ്നൻസി പീരീഡിൽ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. സോ നമ്മൾ ഹൈജീനായിട്ട് നമ്മുടെ ബോഡി സൂക്ഷിക്കുന്നതോറും നമുക്ക് അത്രയും യൂറിനറി ഇൻഫെക്ഷൻസും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രഗ്നൻസി ടൈമിൽ. പലർക്കും ഹൈപ്പറെമിസിസ് അഥവാ വൊമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുകൊണ്ട് ഒരു സാഹചര്യങ്ങൾ വരാറുണ്ട്. ഇവൻ ഞാനും അതിനൊരു വിക്റ്റിമാണ്. എനിക്ക് നല്ല ഹൈപ്പറെമിസിസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹൈപ്പറെമിസിസ് അഥവാ കൂടുതൽ വൊമിറ്റിങ്ങിന് നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾ, ഒരിക്കലും വെറും കാലി വയറായിട്ട് ഇരിക്കാതിരിക്കുക. ഇടയ്ക്ക് പല തവണകളായിട്ട് ചെറിയ ലഘുഭക്ഷണങ്ങൾ പല തവണകളായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം ടാബ്ലറ്റ്സ് ഒരിക്കലും നിർത്തരുത്. അത് കണ്ടിന്യൂ ചെയ്യുക. കാൽഷ്യം ടാബ്ലറ്റ്സ് നിങ്ങൾ ആക്ച്വലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, നല്ലതാണ്. ബാക്കി പ്രത്യേകിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഫോളിക് ആസിഡ് ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാം അഥവാ ആൽമണ്ട്സ് ഫോളിക് ആസിഡ് റിച്ച് ആണ്. അതേപോലെ തന്നെ എല്ലാ പയറ്, ധാന്യവകങ്ങളെല്ലാം മുളപ്പിച്ചിട്ട് കഴിക്കുക. അതിനകത്ത് വൈറ്റമിൻ സിയുടെ കണ്ടന്റ്, നമ്മളൊരു പയറ്, ചെറുപയറ്, കടലൊക്കെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിനകത്തുള്ള വൈറ്റമിൻ സിൻ്റെ കണ്ടന്റും കൂടെ കൂടുതലായിരിക്കും. വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പയറുകളും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് മുളപ്പിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കഴിക്കാണ്ട് ഇടവിട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ട് കഴിക്കുക. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. എരിവുകൾ അധികമുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കമ്മിയാക്കുക. ഇഫ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് പ്രഗ്നൻസി പീരീഡിൽ എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നടക്കുക, വ്യായാമം ചെയ്യുക. പണ്ടത്തെ പോലെ ഫുൾ ടൈം കട്ടിൽ കയറി ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക, അൺലെസ് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ, ഡോക്ടർ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ
ലീവ് ഇറ്റ്. അതർവൈസ് നടത്തം വളരെ നല്ലതാണ്. ബിക്കോസ് നിങ്ങൾ എത്രത്തോളം നടക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ബോഡിക്ക് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് 4th മന്ത് തൊട്ട് ചെയ്താൽ മതി. പതിയെ നടന്നു തുടങ്ങുക, കുറച്ചുള്ള സ്ട്രെച്ചസ് പതിയെ ചെയ്തു തുടങ്ങുക. ഇതൊക്കെ നിങ്ങളുടെ മസിൽസിനെ ഒന്നും കൂടെ ഒന്ന് അയക്കാനായിട്ട് കോൺട്രാക്ഷൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. വിച്ച് ഓൾവേസ് ഈസസ് ടു എ നോർമൽ ഡെലിവറി എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ വരുന്നത് നമ്മൾ സാധാരണയായിട്ട് പോസ്റ്റ് പ്രഗ്നൻസി കെയർ ആണ്. അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള കെയറിനെ കുറിച്ചാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഇതിൽ തന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ തന്നെ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള പ്രമേഹ രോഗം വന്നാൽ എങ്ങനെ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരിലും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഒരു 90-95% വരെയുള്ള ജസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള ഡയബറ്റിക് ഇതെന്ന് പറയുന്നത് ഡെലിവറിയോടുകൂടി തന്നെ മാറുന്നതാണ്. ആ ഒരു 5% മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ ഒരു അത് കണ്ടിന്യൂ ആവാനായിട്ടുള്ളത്. അപ്പോൾ ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരുമ്പോൾ തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളിലും ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന ഒരു സംഭവങ്ങളാണ്, ഇൻസുലിൻ ചേഞ്ചസ് കാരണം വരുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റെഗുലർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടെസ്റ്റുകൾ നിങ്ങൾ നടത്തുക. അതേപോലെ തന്നെ അതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ടുള്ള ഒരു പ്രമേഹ രോഗി അഥവാ ഡയബറ്റിസ് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും, നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയും നിങ്ങളുടെ ഹെൽത്തിനെയും ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ അഥവാ പഞ്ചസാര, ഏതൊക്കെ ഫോമാറ്റിലാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്? പഞ്ചസാരയായിട്ട് നമ്മൾ ആഡ് ചെയ്യും, ഹണി തേനായിട്ട് നമ്മൾ ആഡ് ചെയ്യും, കരിപ്പട്ടി, ശർക്കര ഇങ്ങനെയുള്ള രീതികളിലെല്ലാം നമ്മൾ ആഡ് ചെയ്യും. ഈ വക എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഷുഗേഴ്സ് എല്ലാം തന്നെ ഒഴിവാക്കുക. ധാരാളമായിട്ട് ഇലക്കറികൾ അഥവാ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക. അതായത് നമ്മുടെ ഈ ചില ഭാഗത്തേക്കൊക്കെ ഉണ്ണിത്തണ്ട് എന്ന് പറയും, ചില സ്ഥലത്തേക്ക് വാഴപ്പിണ്ടി എന്ന് പറയും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ള സാധനമാണ്, അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ചീര, മുരിങ്ങ എന്നിവ ഇലക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ഉലുവ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന സാധനങ്ങളാണ്. പച്ചക്കറികൾ അധികം വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് കൂടുതൽ ഉൾപ്പെടുത്താം. അതേപോലെ നമ്മൾ കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ ഇങ്ങനത്തെ ഉള്ള പച്ചക്കറികളെല്ലാം തന്നെ കൂടുതൽ ഉൾപ്പെടുത്തുക. സാലഡ്സ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക്, ഇത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്കാണ് കേട്ടോ. സാലഡ്സ് സ്ഥിരമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ചില ആൾക്കാർക്ക് അയൺ ടാബ്ലറ്റുകൾ, പ്രഗ്നൻസി റിലേറ്റഡ് ആകുമ്പോൾ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്. അപ്പോൾ അയൺ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ഇലക്കറികൾ അതേപോലെ തന്നെ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ, സാലഡുകൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കുക. സ്വീറ്റ്സ് കഴിയുന്നതും ഒഴിവാക്കുക. വല്ലപ്പോഴും നിങ്ങൾക്കൊരു സ്വീറ്റ് ക്രേവിങ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വല്ലപ്പോഴും നിങ്ങൾ കഴിക്കുക. അല്ലാണ്ട് കഴിയുന്നതും നിങ്ങൾ സ്വീറ്റ് പ്രത്യേകിച്ച് ജസ്റ്റേഷണൽ ഡയബറ്റിസിൻ്റെ ഇതിനകത്ത് ഒഴിവാക്കുക. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ നിങ്ങൾ സാധാരണയായിട്ടുള്ളൊരു പ്രമേഹ രോഗി ചെയ്യുന്ന പോലെ ഭക്ഷണം തീർത്തും അങ്ങ് നിർത്തുക, ചോറ് മാറ്റി ചപ്പാത്തിയാക്കുക, അതേപോലെ തന്നെ അങ്ങനത്തെ ഉള്ള ഒരു സ്ട്രിക്റ്റ് ഒരു ഡയറ്റ് പാറ്റേൺ, ഒരു ഡയബറ്റിസ് ആൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡയറ്റ് പാറ്റേൺ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിസിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യരുത്. ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഴവർഗ്ഗങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കിട്ടുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് ലാക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ കാലറി ഫ്രൂട്ട്സ് എന്ന് പറയുന്ന മാങ്ങ, ചക്ക, പിന്നെ പൈനാപ്പിള്, വാട്ടർമെലൺ ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കുക. അല്ലാത്ത ആപ്പിള്, പേരയ്ക്ക ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ധാരാളം ഇൻ ദ സെൻസ് ദിവസത്തിൽ 1-2 വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇലക്കറികൾ, പച്ചക്കറികൾ, സാലഡ്സ് അത് തോരനാക്കാം, സ്റ്റീം ചെയ്തിട്ട് കഴിക്കാം, വേവിച്ചിട്ട് കഴിക്കാം, ഉപ്പേരിയാക്കിയിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ഏത് രീതിയിലാണെങ്കിലും. പച്ചക്കറികളുടെ അളവ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന കാര്യം. രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വേറെ ഒരുപാട് സ്ട്രിക്റ്റ് ഡയറ്റുകളൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഷുഗേഴ്സ് ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും ഓൾമോസ്റ്റ് കാലറിക് വൈസ് സെയിം തന്നെയാണ്. അതിനകത്ത് ഗോതമ്പിനകത്ത് നമ്മൾ കുറച്ചും കൂടെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, പിന്നെ അതേപോലെ കുറച്ച് 1-2 പ്രോട്ടീൻസിൻ്റെ അളവ് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടയില ഗോതമ്പ് നമ്മൾ കടയിൽ നിന്ന് ഗോതമ്പായിട്ട് മേടിക്കുക, ഫുൾ ഗോതമ്പായിട്ട് മേടിക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ട്
അതിനകത്ത് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ഇപ്പോൾ ഫ്ലാക്സ് സീഡ്സൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് പൊടിച്ച് ചേർക്കാം, കുറച്ച് ഓട്സ് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം, പച്ചക്കറികൾ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് സ്റ്റഫ്ഡ് ചപ്പാത്തികളായിട്ട് അങ്ങനെ ഉണ്ടാക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ കഴിയുന്നതും മുഴുഗോതമ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചിട്ട് ഉപയോഗിക്കുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഇനി ഞാൻ മെസ്സേജസ് നോക്കാം, Q&Aയിൽ മെസ്സേജസ് എന്തൊക്കെയാണ് വന്നിരിക്കണമെന്ന് നോക്കട്ടെ. ഇഷ്ടമുള്ള ശ്രീലക്ഷ്മി, ഇഷ്ടമുള്ള ഭക്ഷണം അത് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ഹോർമോൺ, നമ്മുടെ ബോഡിയിലെ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് വൈസ് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ടാണ്, അതിനൊന്നുമില്ല. 2 months pregnant, I had gas trouble issue. What I will do, it will reduce. ഹായ് ശ്രുതി, ഗ്യാസ് ട്രബിളിന് മെയിനായിട്ട് ഒന്ന് ചെയ്യാനുള്ളത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ഈക്വൽ ഇൻ്റർവെൽസിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഈ വറുത്തതും പൊരിച്ചതും അല്ലെങ്കിൽ എണ്ണ ഒരുപാട് നമ്മൾ താളിച്ചതും വറുത്തിട്ടതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് എരിവ് കൂടുതലുള്ള അച്ചാറ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് കൂടുതൽ കഴിക്കാൻ തോന്നും. അതിൻ്റെ അളവൊക്കെ ഒന്നും കൂടെ കുറയ്ക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. പൈനാപ്പിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇതൊരു നമ്മളൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്, ഒരു ടാബു. അത് നമ്മൾ എത്ര പറഞ്ഞാലും ഈ പറയുന്ന പോലെ നമുക്കൊരു ആരും ഒരു റിസ്ക് എടുത്തിട്ട് അന്ന് ഞാൻ കഴിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഫോർ സേഫ് ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. വേണമെന്നുണ്ടെങ്കിൽ 3 മാസത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. നല്ല പഴുത്തത് കഴിക്കാം. പപ്പായം അതുപോലെ തന്നെ. ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആണ്. ഞാൻ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട്, ബട്ട് വെയിറ്റ് കുറഞ്ഞു പോകുവാണല്ലോ. നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു പറയുമ്പോൾ എന്ത് ഫുഡാണ് കഴിക്കുന്നതെന്നും കൂടെ ആലോചിക്കണം ഏഞ്ചൽ. കാരണം നമ്മൾ ചിലപ്പോൾ എന്ത് ഫുഡാണ് കഴിക്കുന്നത്, നന്നായിട്ട് ഫുഡ് കഴിക്കുന്നിട്ട് ചിലപ്പം ഏഞ്ചൽ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് മതിയാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ബട്ട് നോർമൽ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഒരു 10 to 12 kgs ഒക്കെ നമ്മൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. 10 to 12 kgs ഒക്കെയാണ് ഒരു നോർമൽ വെയിറ്റ് ഗെയിൻ സാധാരണ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവാറ്. കുങ്കുമം കഴിച്ചാൽ എളുപ്പമുണ്ടോ? ചിലർ പറയുന്നു അങ്ങനെയൊന്നുമില്ല. വൊമിറ്റിങ്ങിന് എന്താണ് ചെയ്യുക? വൊമിറ്റിങ്ങിന് നമ്മൾ സാധാരണയായിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഇത് കഴിക്കുക. അതായത് ഇപ്പോൾ റസ്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും, ക്രാക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് കുറച്ചൊന്നൊരു റിലാക്സേഷൻ കിട്ടിയതിന് ശേഷം ഭക്ഷണം കഴിക്കുക. പക്ഷെ അത് തന്നെ ഇപ്പോൾ 1 or 2 ഇഡലിയൊക്കെ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് വരുത്തുക, എന്നിട്ട് വീണ്ടും അങ്ങനെ കുറച്ചായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. നാരങ്ങ വെള്ളം എപ്പോഴും കുടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. നാരങ്ങ വെള്ളം എപ്പോഴും കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 3-ാം മാസം മുതൽ ധാരാളമായി ആഹാരം കഴിക്കേണ്ടത് എന്താണ്? ധാരാളമായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ സുനിൽ മാലവില, ധാരാളമായിട്ടൊന്നുമില്ല. എന്താഹാരവും അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ മിതമായിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ആഹാരം കഴിക്കുക എന്ന് പറയുമ്പം നമ്മൾ ഇഡ്ഡലിയോ ദോശയോ കൂടുതൽ കഴിക്കുക എന്നല്ല, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക എന്നല്ല, എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആരാ അവിടെ? കാലിൽ നീര് എന്താ പരിഹാരം? വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിൽ നമ്മൾ കൊള്ളാൻ പറയുന്നത്. കാലിൽ നീരിന് സാധാരണയായിട്ട് പ്രഗ്നൻസി പീരീഡിൽ വരുന്നതാണ് കാലിൽ നീര്, അതൊരു ഇതാണ്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം അതാണ് ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ വെള്ളം അഥവാ അങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പക്ഷെ അതിനനുസരിച്ച് വെള്ളം കുടിക്കേണ്ടെന്നാണ്, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഞാൻ ഗൈനക്കോളജിസ്റ്റ് അല്ല അഞ്ജിത, ഞാൻ ഡയറ്റീഷ്യനാണ്. TCH ഇഷ്യൂസ് ചില സമയത്ത് നമുക്ക് തൈറോയിഡ് ഇഷ്യൂസ് കാണാറുണ്ട്. പക്ഷേ നമ്മളൊരു നോർമൽ തൈറോയിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഡയറ്റ് റെസ്ട്രിക്ഷൻസ് പറയാറില്ല. നമ്മൾ ചില വെജിറ്റബിൾസ് മാത്രം നമ്മൾ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാൻ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി പിന്നെ നമ്മൾ നാട്ടിലധികം ഉപയോഗിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ ക്യാബേജും കോളിഫ്ലവറിനെയും ഇടപെട്ടിട്ടുള്ള ഉപയോഗം ഒന്ന് കമ്മിയാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഏത്തപ്പഴം കഴിക്കാൻ പറ്റുമോ? കഴിക്കാം. കോഡ് ലിവർ ഓയിൽ ടാബ്ലറ്റ് കഴിച്ചാൽ പ്രശ്നമുണ്ടോ? ഇല്ല.
കുഞ്ഞിന് തൂക്കം കുറവുണ്ട് എന്ത് ചെയ്യണം? സാധാരണ 2 മാസം വരെ നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ പറയാറുള്ളൂ. അതിന് എത്ര പറയുന്ന പോലെ പ്രിമച്വർ ബേബി ആണെങ്കിൽ പോലും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ 2 ഇയേഴ്സ് അത് കമ്പൽസറി ആണ്. അത് തന്നെയാണ് നമ്മൾ പറയാറ്. ആദ്യത്തെ 2 വർഷം വളരെ നന്നായിട്ട് പാല് കൊടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ 6-ാം മാസം കഴിഞ്ഞാൽ 8-ാം മാസം കഴിഞ്ഞാൽ ചിലർ കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങാറുണ്ട്. പക്ഷേ അത് കുട്ടി ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷേ യൂഷ്വലി ഒരു പീഡിയാട്രീഷ്യൻസും അതിനെ ഇതാക്കാറില്ല. ഒരു എന്താണെന്ന് പറയുക, ഒരു 6 മന്ത്സ് എന്തായാലും 6 to 8 മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്തായാലും വേണം. 8 മന്ത്സിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് 1 ടീസ്പൂൺ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി, ഇപ്പം ഗോതമ്പിൻ്റെ കുറുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ റാഗിയുടെ കുറുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അരിയുടെ കുറുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏത്തക്കയുടെ കുറുക്ക്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറുക്കിയിട്ട് 1 സ്പൂൺ പകൽ നേരത്തെ ആദ്യം കൊടുത്തു തുടങ്ങുക. എന്നിട്ട് കുട്ടി ടോളറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നന്നായി കുറച്ച് വെള്ളത്തോടു കൂടിയായിട്ട് വേണം കൊടുക്കാനായിട്ട്. ബട്ട് 6 to 8 മന്ത്സ് ബ്രസ്റ്റ് ഫീഡിങ്. മാതളനാരങ്ങ കഴിക്കാം. മാതളനാരങ്ങയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മാതളനാരങ്ങ എന്ന് പറയുന്ന പോമഗ്രനേറ്റ് അല്ലേ ഉദ്ദേശിച്ചത്? അതോ മറ്റേ നമ്മുടെ അച്ചാറിടുന്ന നാരങ്ങയാണോ? രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. സാധാരണ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്ന്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. നല്ല രീതിയിൽ എങ്ങനെ ഭക്ഷണം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും ഒരേപോലെ ഒരു ദിവസം ഉൾപ്പെടുത്തുക, പല തവണകളായിട്ട്. രണ്ടാമത്, ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കുറച്ചായിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒന്നിച്ച് കഴിക്കാതെ പല തവണകളായിട്ട് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും പല വെറൈറ്റീസിൽ ഭക്ഷണം ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ ഡയറ്റ് പറഞ്ഞില്ലേ. ഇപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ചായ കുടിക്കാം. അതിൻ്റെ കൂടെ റസ്കോ ബ്രെഡോ റാക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. അത് കഴിഞ്ഞ് ഒരു 7:30-8 മണിയാകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതൊരു 2 ഇഡ്ഡലി അല്ലെങ്കിൽ 2 ദോശ അല്ലെങ്കിൽ ഒരു കഷ്ണം പുട്ട്, അതിൻ്റെ കൂടെ പഴമോ കടലയോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു മുട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, അതാവുമ്പോൾ അതിൻ്റെ വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, ഈ പറയുന്ന സാധനങ്ങളിലെല്ലാം തന്നെ അബ്സോർപ്ഷൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് കഴിക്കാം, നട്ട്സ് ഏതെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞൊരു 12-1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചോറ്, ഇലക്കറികൾ, മറ്റുള്ള പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. തൈര്, ഡയറി പ്രോഡക്ട്സ്, അതായത് തൈര്, മോര് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എന്തായാലും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഒരു 3 മണി 4 മണിയാകുമ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായയുടെ കൂടെ ഒരുപാട് സ്ട്രോങ് ചായകൾ, കോഫി, ചായ ഒന്നായിട്ട് കുടിക്കരുത്. ഒന്ന് ലൈറ്റ് ആക്കുക കമ്പാരിറ്റീവ്ലി. എന്നിട്ട് പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം കടലയോ അല്ലെങ്കിൽ ഇപ്പം പറയുന്ന പോലെ ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ 2 സ്ലൈസ് ബ്രെഡ് കഴിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കഴിക്കാം, അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ഒരു 7:30, 8, 9 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ പല തവണകളായിട്ട് കഴിക്കുക. പ്രഗ്നൻസി 7-ാം മാസമാണ്. വൈഫിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുഞ്ഞിന് തൂക്കം കുറവുണ്ടെന്ന് പറഞ്ഞു. അതിന് എന്തൊക്കെ കൊടുക്കണം വൈഫിന്? മനു, ഞാൻ ഇൻബോക്സ് ചെയ്യാം. എനിക്കൊന്ന് ഇൻബോക്സ് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. എഗ്ഗ് ഡെയിലി കഴിക്കാം. എഗ്ഗ് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻബോക്സ് ചെയ്യുക. 1 വയസ്സും 3 മാസവും മോൾക്ക് ആഹാരം കഴിക്കുന്നില്ല. അയ്യോ, ആഹാരം ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ പല രീതിയിൽ നമ്മൾ മാറ്റി മറിച്ചൊക്കെ അവരുടെ രീതിയിൽ എങ്ങനെയൊക്കെയാണോ ഉള്ള രീതിയിൽ അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കരുത്. നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും, ഫോഴ്സ്ഫുള്ളി അവരെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഭക്ഷണത്തിനോട് ഒരു അവേർഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊക്കെ ആയിട്ട് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ഇപ്പം ദോശ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കുക. അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ കൂടുതലിട്ട് കൊടുക്കുക. ഇപ്പം മുട്ട കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ മുട്ട ദോശയുടെ മേലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ദോശയും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ പല പൊടിക്കൈകൾ ചെയ്ത് കുട്ടികളെ കഴിപ്പിക്കാം. അപ്പോൾ ശരി, അപ്പോൾ അത്രയേ ഉള്ളൂ. ആസിഡ് റിഫ്ലക്സിന് എന്താ ചെയ്യുക? ആസിഡ് റിഫ്ലക്സിന് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സെയിം തന്നെ സമയത്തിന് ആഹാരം കഴിക്കുക. ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട്, ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിച്ചിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഒഴിവാക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം മാതളം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ട്. യൂഷ്വലി മാതള നാരങ്ങ കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. മെയിനായിട്ട് പപ്പായും പൈനാപ്പിളും ഒക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പം ഫോർ സേഫർ സൈഡ് 3 മാസത്തേക്ക് ഒഴിവാക്കോളൂ, 3 മാസം കഴിഞ്ഞിട്ട് കഴിച്ചോളൂ. കാരണം അത് നമ്മുടെ പിന്നെ മെയിനായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ് നമ്മൾ പറയാറ്. അപ്പോൾ അത് പിന്നെ പപ്പായയിലുള്ള ആ ഒരു വൈറ്റ് ലിക്വിഡും ഇതാണ് നമ്മൾ മെയിൻലി പറയാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ.
നൈസ്റ്റിൽ പൊടി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? നെസ്റ്റിൽ ലാക്ടോജൻ പൊടിയാണോ ഉദ്ദേശിച്ചത്? കഴിയുന്നതും പൊടികൾ കൊടുക്കാതിരിക്കുക. ഈ പറയുന്ന പോലെ എത്ര പ്രായമുള്ള കുട്ടിക്കാണ്, എത്ര വയസ്സുള്ള കുട്ടിക്കാണ് എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. മത്തങ്ങ, ബ്രിഞ്ചോൾ, ചേമ്പ് ഇവയൊക്കെ ബോഡിക്ക് കൂളാണെന്ന് കേട്ടു. അങ്ങനെയുള്ള വെജിറ്റബിൾ കഴിക്കാമോ? കഴിക്കാം. വെജിറ്റബിൾസിനൊന്നും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് താഴെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇൻബോക്സ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഇന്ന് 5 lakh ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സുഖമില്ലാണ്ട് പോയി. അതുകൊണ്ട് എനിക്ക് കുറേ നേരം ഇരുന്ന് വർത്താനം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ബാക്കി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.